ചെറുതുരുത്തി പൈങ്കളം റോഡ് 1-ാം മൈലിന് സമീപം 2 പേർക്ക് തെരുവുനായുടെ കടിയേറ്റു. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. 2 പേരും തൃശൂർ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. തെരുവുനായ്ക്കളെ പിടികൂടാനുള്ള നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചെറുതുരുത്തി പൈങ്കളം റോഡ് 1-ാം മൈലിന് സമീപം താമസിക്കുന്ന ചേനക്കുന്നത്തെ 72 വയസ്സുള്ള അലി മുഹമ്മദ് എന്ന വാപ്പുവിനെയും വെട്ടുകാട്ടിൽ വീട്ടിൽ 69-കാരനായ ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണിയെയുമാണ് തെരുവുനായ കടിച്ചത്. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. കടയിലേക്ക് പോയിരുന്ന അലി അഹമ്മദിനെ ഇടതുകാലിന്റെ പിൻഭാഗത്ത് കടിച്ചു തൂങ്ങുകയായിരുന്നു. അല്പനേരം ശ്രമിച്ചാണ് നായ കടിവിട്ടത്. കടിയുടെ ആഘാതത്തിൽ വലിയ മുറിവ് പറ്റിയിട്ടുണ്ട്. സമാന രീതിയിലാണ് ഉണ്ണികൃഷ്ണനും നായയുടെ കടിയേറ്റത്. 2 പേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നിരവധി വിദ്യാർത്ഥികളെയും മുതിർന്നവരെയും പട്ടി ഓടിച്ചിട്ട് കടിക്കുന്ന സംഭവം നിത്യകാഴ്ചയാണ്. അധികൃതർ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും മൗനത്തിലാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. അടിയന്തരമായി തെരുവ് പട്ടികളെ പിടികൂടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് അലി അഹമ്മദ് പറയുന്നത്. മെഡിക്കൽ കോളേജിൽ പോയി അവർ മുറിയുടെ 4 വാരം 3-4 ഇഞ്ചക്ഷൻ ചെയ്തു. കയ്യമ്മ ചെയ്തു, ഈ കയ്യിൽ ചെയ്തു, പിന്നെ ഇവിടെ ഈ കയ്യിൽ ചെയ്തു. ഇനിയിപ്പോൾ അവർ 3-4 പ്രാവശ്യം ചെയ്യണമെന്നവരാണ്. 4-ാം തീയതി 1-ാം തീയതി ഒക്കെ ചെയ്യണം. മറ്റെന്താ ചെയ്യണം, 4-ാം തീയതി ചെയ്യണം, പിന്നെ അടുത്ത മാസം 1-ാം തീയതി ഇവിടെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പട്ടിയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ. ആരും പഞ്ചായത്തുകാർ ആരും ഇത് വന്ന് നോക്കണില്ല. ഇവിടെയൊക്കെ കംപ്ലൈൻറ്റ് ഇതെന്നൊക്കെ പറയേണ്ടി വരും. ഞങ്ങളിപ്പോൾ വേറെ 5-ാം വാർഡിലായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ വീടൊക്കെ പൊളിച്ചിട്ടിരിക്കുക. അത് കാരണം ഇവിടെ വന്ന് താമസിക്കുക, വാടകയ്ക്ക് താമസിക്കുന്ന പോലെ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.